ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഇട്ടതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതിൽ നൈറ്റി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നെക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോർഷൻ നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കറക്റ്റ് അളവിൽ. എങ്ങനെയാണെന്ന് നമുക്ക് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനൊക്കെ നമ്മൾ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് കട്ട് ചെയ്ത അളവ് അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സെയിം അകലം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സെയിം തന്നെയാണ് ഫ്രണ്ടിനും ബാക്കിനും കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കൊടുക്കുക, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ അത് കൊടുക്കുക കേട്ടോ. 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം, എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് പീസിനുള്ളതാണ്. ഫ്രണ്ട് പീസിന് ഇതേ വേണ്ട, ഈ ബാക്ക് പീസ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്തെടുക്കുക. ഫ്രണ്ട് പീസ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി ഫ്രണ്ട് പീസിന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്കിന് വേണ്ടിയിട്ട്. ആ പീസ് വെച്ചിട്ടാണ് ഫ്രണ്ട് പീസിന് നെക്ക് ചെയ്യേണ്ടത്. സെയിം തന്നെ 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5-5.5 ഇഞ്ചോ കഴുത്തിൻ്റെ ഇറക്കം ഫ്രണ്ട് പീസിന് കൊടുക്കുക കേട്ടോ. ബാക്ക് പീസിന് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് എപ്പോഴും നൈറ്റിക്ക് നെക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് ബാക്ക് പീസാണ്. ഇനി നമുക്ക് ആലിയ കട്ട് വരുന്ന ഫ്രണ്ട് പോർഷൻ എടുക്കാം. ബാക്ക് പീസിൽ നമ്മൾ സാധാരണ യോക്ക് പോലെ ഇരിക്കണ്ട, ആലിയ കട്ടിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നെക്ക് പീസ്, നിങ്ങൾക്ക് ഇത് ക്രോസ് പീസ് വെച്ച് ചെയ്തെടുക്കണമെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേ കഴുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പോർഷനിൽ, ആദ്യത്തെ പാർട്ടിൽ വീഡിയോയിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് ഇതെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസും ഒക്കെ ഷോൾഡർ ജോയിൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നെക്ക് ചെയ്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ക്രോസ് പീസ് വേണമെങ്കിൽ ക്രോസ് പീസ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ തുണി പീസ് ഉള്ളിലോട്ട് മറിച്ചിട്ടിട്ടും അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്ലീറ്റ് കൊടുക്കാനാണ്. പ്ലീറ്റ് കൊടുക്കുന്നതെല്ലാം ആദ്യത്തെ പോർഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്ലീറ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പോർഷനിൽ. അപ്പോൾ നേരെ ബാക്കിലും പ്ലീറ്റ് ഉണ്ട്, ഫ്രണ്ടിലും പ്ലീറ്റ് ഉണ്ട്. ഫ്രണ്ടിൽ ആലിയ കട്ട്, ബാക്കിൽ നോർമലായിട്ടുള്ള ഇതാണ്. അപ്പോൾ അതേ ആലിയ കട്ടിൻ്റെ ഫ്രണ്ട് പീസിന് ഉള്ള ആലിയ കട്ട് നമ്മൾ എ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. യോക്ക് ഇതേ കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ എക്സ്ട്രാ കണ്ടോ, ആ എക്സ്ട്രാ വരുന്നത് നടുക്ക് പ്ലീറ്റ് ആക്കി വരും. കണ്ടോ, ഇത് ഇങ്ങനെ കുറച്ച് പ്ലീറ്റ് വെച്ച് നമ്മൾ തയ്ച്ച് നടുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. കണ്ടോ, അത്രയും ഭാഗം നമുക്ക് പ്ലീറ്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ആലിയ കട്ട് കുർത്തി കിട്ടും. നിങ്ങൾക്കിതിന് ഫൈനലിൽ നമ്മളിത് മടക്കി വെച്ച് കാണുമ്പോൾ ഒരു ലുക്ക് അടിപൊളി ലുക്കാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിനോട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ബാക്ക് പീസിൽ നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ള ഇത് തുണി വരും, അതേപോലെ തന്നെ മടക്കിയിട്ട് ചെയ്യാം. പക്ഷേ ബാക്കിൽ ആലിയ കട്ട് ഇല്ല. കണ്ടോ, അത് ഫ്രണ്ട് പീസിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ കാണിച്ചത് ഇതിൻ്റെ ഫൈനൽ ലുക്കാണ്. സംഭവം അടിപൊളിയായിട്ട് വരിക. ഇനി നമുക്കിത് ബാക്ക് പോർഷൻ്റെ എടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ സ്ട്രെയിറ്റ് ആണ്, പറഞ്ഞല്ലോ ബാക്ക് പോർഷൻ സ്ട്രെയിറ്റ് ആണ്. നമ്മൾ യോക്കിന് ഫ്രണ്ട് പീസിന് എത്രയാണ് എടുത്തത് അത് തന്നെ ലെങ്ത്ത് ബാക്ക് പീസിന് എടുക്കണം, മനസ്സിലായി. എന്നിട്ട് എ ഷേപ്പ് ആലിയ കട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഫ്രണ്ട് പീസിന് മാത്രമാണ്, ബാക്ക് പീസിന് ആലിയ കട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, എക്സ്ട്രാ ഉള്ള നടുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ സംഭവങ്ങളൊന്നും ഇതിലില്ല. പ്ലീറ്റഡ് കുർത്തി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ബാക്ക് പീസും ഫ്രണ്ട് പീസും എല്ലാം ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി സ്ലീവാണ്, വേറെ ഒന്നുമല്ല, നമുക്ക് സ്ലീവാണ്. സ്ലീവ് ജസ്റ്റ് വെച്ചങ്ങ് ജോയിൻ ചെയ്തെടുക്കുക. പിന്നെ രണ്ട് സൈഡും സ്ലീവ് ജോയിൻ ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്തെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പിന്നെ അത് വലിയ സൈസാണത്, അതുകൊണ്ടാണ് ഇത്ര വലുതായി തോന്നുന്നത്. വലിയ സൈസുള്ളവരും ഒരുപാട് വണ്ണമുള്ളവരും അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതേ ഞാൻ സ്ലീവും ചെയ്ത് ബോഡിയെല്ലാം ക്ലോസ് ചെയ്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിത് വലിയ സൈസ്, നടുക്ക് നിറച്ച് ചുരുക്കം കാണുന്നുണ്ടോ, ഇത് കണ്ടോ, അതെ ആലിയ കട്ടിൻ്റെ ചുരുക്കം കാണുന്നുണ്ടോ, അതെ. അപ്പോൾ അതേ നമുക്ക് കണ്ടോ, നമുക്ക് ആലിയ കട്ടിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അതെ, ആലിയ കട്ട് നൈറ്റി റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ ആലിയ കട്ട് നൈറ്റി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചെയ്ത് നോക്കുക. പുറത്ത് തയ്ച്ചു കൊടുത്ത് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാം. താങ്ക്